പറഞ്ഞ ഡോക്ടർ ഉമറിന്റെ സഹോദരനടക്കം 5 പേർ പുൽവാമയിൽ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതിനിടയിൽ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഉടൻ ജനങ്ങളെ അറിയിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തരവാദികളെ വെറുതെ വിടില്ല എന്നും പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരവാദികളുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാർ അപകടം എന്ന നിലയ്ക്ക് അതിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. അത് നമ്മൾ ഉറപ്പിക്കാനും കഴിയുന്നുണ്ട്. അത് CNG സിലിണ്ടർ സ്ഫോടനമൊന്നും അല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നു. ഇനി ബാക്കി എന്താണ്, ആരാണ് പിന്നിൽ, എന്താണ് പൊട്ടിത്തെറിച്ചത്, പൊട്ടിത്തെറിക്കാൻ ഉപയോഗിച്ച ആസൂത്രണം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്, ആരുടെയൊക്കെ സഹായം അവർക്ക് കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി ഉറപ്പായും അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മതിയാവുകയുള്ളൂ. ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. HR 26CE 7674 എന്ന കാറ് ആദ്യം ഒരു സൽമാൻ, പിന്നീട് ഒരു ദേവേന്ദ്ര, പിന്നീട് ഇങ്ങനെ അത് പല കൈമാറി ഡോക്ടർ ഉമറിന്റെ കയ്യിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ ഉമറിന്റെ സഹോദരന്റെ പേരിലാണ് ഈ കാറ് വാങ്ങിയത്. കാറ് വാങ്ങിയത് ഉമറിന്റെ സഹോദരന്റെ പേരിലാണെങ്കിൽ കൂടിയും ഉമറാണ് ആ കാറിനുള്ള പൂർണ്ണ പൈസ കൊടുത്തത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ കാർ വാങ്ങിയത് എന്നുള്ള കാര്യമാണ് അറിയാനും കഴിയുന്നത്. വിനിത വിജി ചേരുന്നു. വിനിത, എനിക്ക് തോന്നുന്നു ഇപ്പോൾ NIA സംഘം ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ഫോടനം നടന്ന ആ സ്ഥലത്താണ്. എനിക്ക് പിന്നിലായ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. NIA സംഘം കൂടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. NIAയുടെ സ്പെഷ്യൽ സംഘം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിനായി എത്തിയ പ്രത്യേക സംഘമാണ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിപ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ ബാരിക്കേഡിനപ്പുറം ഒരു വെളുത്ത ഒരു മറ തീർത്തിട്ടുണ്ട്. അതിനുള്ളിലാണ് ഉള്ളത്. ആ മേഖലയിലാണ് കറക്റ്റായി കൃത്യമായി ആ സ്ഫോടനം നടന്ന മേഖലയാണ്. ഇങ്ങനെ അതിന് ചുറ്റുമാണ് ഇങ്ങനെ വെള്ള ബാരിക്കേഡുകൾ കൊണ്ട് മറച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഉദ്യോഗസ്ഥരുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തുകയും അവർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകളൊക്കെ തന്നെ പരിശോധിക്കുകയും ഒക്കെ അവിടെ നിന്ന് ഫോറൻസിക് സംഘമടക്കം തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇത് കൂടാതെയാണ് ഇപ്പോൾ അല്പസമയത്തിനകമാണ് ഈ NIA യുടെ പ്രത്യേക അന്വേഷണ സംഘം കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർ മറ്റു ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കൂടി ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മേഖലയിൽ ആകമാനം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ സംഘങ്ങളടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലകളിലേക്കൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന മെട്രോ, നമ്മൾ ഈ കാണുന്ന ഈ വഴി എന്ന് പറയുന്നത് വലിയ തിരക്ക് ഉള്ള മേഖലയാണ്. പൊതുവെ ഇന്ന് ഇവിടെ മുഴുവനായും ഈ മേഖലകളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ മേഖലകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്കൊന്നും ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നതിനൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സമീപ മേഖലകളിലെല്ലാം പോലീസിന്റെ പട്രോളിംഗും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഒക്കെ ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സിഗ്നൽ കാണാൻ കഴിയുന്നുണ്ട്. ഹാഷ്മി, ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ആ സിഗ്നലിന് സമീപമായാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച സിഗ്നലാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ സിഗ്നലിന് സമീപം വളരെ സാവധാനത്തിലെത്തിയ ഹുണ്ടായി i20 കാറിലാണ് സ്ഫോടനം ഉണ്ടായത്. അതിൽ ഇന്ന് ആ കാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ, നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് 3:19 ഈ വാഹനം ഈ മേഖലയിലേക്ക് എത്തിയത്, ഈ പാർക്കിങ്ങിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ പിന്നീട് ഈ 3:19 എത്തിയ വാഹനം 6:48 ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ആ വാഹനം പുറത്തേക്ക് നീങ്ങുന്നത്. അത് പുറത്തേക്ക് നീങ്ങി ഏതാണ്ട് 6:52 ആ സിഗ്നലിന്റെ സമീപത്തേക്ക് എത്തുകയും ആ വാഹനത്തിൽ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു. കൃത്യമായി വളരെ പെട്ടെന്നുള്ള ഒരു സ്ഫോടനത്തിലുള്ള ഒരു ആസൂത്രണമാണ് എങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള പദ്ധതികൾ പ്രതികൾ ഒരുക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ സ്ഫോടനം നടന്ന ഈ മേഖല തന്നെ ആയിരിക്കില്ല ലക്ഷ്യം. അതിനപ്പുറം നമുക്ക് ഒരു 100 മീറ്റർ അപ്പുറം പോവുകയാണെങ്കിൽ ചാന്ദിനി ചൗക്കാണ്. അതിന് സമീപം മെട്രോ സ്റ്റേഷനുണ്ട്. നമുക്ക് മറുവശത്തേക്ക് കാണുമ്പോൾ അത് ക്ഷേത്രമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ക്ഷേത്രമാണ്. അതിന് സമീപം ജുമാ മസ്ജിദ് ഉണ്ട്. ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ആളുകളടക്കം ഈ മേഖലകളിലേക്ക് എത്താറുണ്ട്. അവർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ ഷോപ്പിങ്ങിനൊക്കെ എത്തുന്ന ആളുകളുണ്ട്. ഓൾഡ് ഡൽഹിയാണ്, അതുകൊണ്ട് തന്നെ ചാന്ദിനി ചൗക്കിലേക്കൊക്കെ എത്തുന്ന ആളുകൾ അങ്ങനെ
തന്നെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ വലിയ തിരക്കാണ് ഈ മേഖലകളിൽ ഉടനീളം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണ് എങ്കിൽ കൃത്യമായി നമുക്ക് ചില റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ ചാന്ദിനി ചൗക്ക് ആ മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പ്രതികൾ ആ വാഹനവുമായി മുന്നോട്ട് പോയത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ സിഗ്നൽ വീഴുകയും അവിടെ ആ വാഹനം നിർത്തിയിടേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. അതിനിടയിലാണ് അവിടെ വെച്ച് ആ സ്ഫോടനം ഉണ്ടാകുന്നത്. തൊട്ട് അടുത്തുള്ള വാഹനങ്ങളിലേക്ക് ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ആ വാഹനങ്ങൾ കൂടി പൊട്ടിത്തെറിക്കുകയാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിന്ന അവിടെ അധിക ദൂരമില്ല ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക്. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒഴിച്ചു നിർത്തിയാൽ എപ്പോഴും ഇന്നലെ പറയുന്ന ആ സമയമൊക്കെ അതിന്റെ പീക്ക് ടൈമാണ്. അത്രയും ആളുകൾ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റാണ് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. മലയാളികളൊക്കെ ഒരുപാട് പേര് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. അങ്ങോട്ടേക്ക് പോലും പോയി പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആകുമായിരുന്നില്ല അതിന്റെ അവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.